അനുതാപമില്ലാതെ കർത്താവിന്റെ സന്നിധി നമുക്ക് എങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി നിൽക്കാൻ തന്നെ നമുക്ക് എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ. അവന്റെ കരുണയില്ലാതെ കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെൻ വി ആർ സിൻസിയർ, വി ആർ പീപ്പിൾ ഓഫ് ഇന്റഗ്രിറ്റി. നമ്മൾ സിൻസിയർ ആകുമ്പോൾ, നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ആത്മാർത്ഥതയുള്ളവരാകുമ്പോൾ നമുക്ക് രണ്ട് മുഖങ്ങൾ ഉണ്ടാകത്തില്ല. അവൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ ചിലപ്പോൾ ആളുകളുണ്ടല്ലോ, ചിലപ്പം ഈ കരച്ചിൽ തന്നെ ഒരു സം കൈൻഡ് ഓഫ് പല സമയത്തും ഒരു ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാം ഇന്ന് പ്രോഗ്രാംഡ്. നമുക്കിന്ന് അറിയാം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ പാട്ട് പാടുമ്പോൾ നമുക്കറിയാം പാടണം, ആദ്യത്തെ 2 ശീല പാടണം, 3ാമത്തെ ശീല പാടണം, 4ാമത്തെ ശീല പാടുമ്പോൾ നമ്മുടെ സമയം അവസാനിക്കും, അപ്പോഴത്തേക്ക് അതിന്റെ സ്പീഡ് കൂട്ടണം, അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പാട്ട് വഴുതി പോകണം, താളം അവതാളമാകണം. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ? ഇറ്റ് ഷുഡ് നോട്ട് ബി എ പ്രോഗ്രാം. പാട്ട് സ്പീഡ് കൂടുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഇന്നിപ്പോൾ പാട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, എങ്ങനെ ആയിരിക്കണമെന്ന് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ആരും ഒന്നും മിണ്ടാതെ. ഇറ്റ് ഇസ് എ വെരി സാഡ് തിങ്. ബി സിമ്പിൾ ആകുക. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷനെ പോലെ ആകരുത്. നമ്മളുടെ പ്രാർത്ഥന സിൻസിയർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്രം എ സിൻസിയർ ഹാർട്ട്. നമ്മുടെ പ്രാർത്ഥന ഇറ്റ് ഷുഡ് ബി സിൻസിയർ, സെൻസിബിൾ ആൻഡ് അഫെക്ഷനറ്റ്. അതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്ക് അറിയാം. പരീക്ഷന്റെ പ്രാർത്ഥനയിൽ അവൻ സിൻസിയർ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈസ് നോട്ട് സിൻസിയർ അല്ലാന്ന് പറയാൻ കാര്യം എന്താണ്? ഈസ് നോട്ട് പ്രേയിങ് വിത്ത് ഓൾ ഹിസ് ഹാർട്ട്. അതാ സിൻസിയർ അല്ലെന്ന് പറയാൻ കാര്യം. അവന്റെ പ്രാർത്ഥനയിൽ വേറെ ചില ലക്ഷ്യങ്ങളും കൂടെ ഉള്ളടങ്ങി കിടപ്പുണ്ട്. അവർക്ക് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെന്നുള്ള മറ്റുള്ളവരുടെ അറിയണം. പരീക്ഷന്റെ പ്രാർത്ഥനയുടെ 2ാമത്തെ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് വേറൊരു തരത്തിലുള്ള ഒരു പ്രോബ്ലമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിഖരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞു എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കുക, ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാനായിട്ട് പോയി. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ എന്ന് പറഞ്ഞ് അവൻ തുടങ്ങുന്നത് തന്നെ തന്നോട് തന്നെയാണ്. ഹി ഈസ് ലുക്കിംഗ് ടു ഹിംസെൽഫ്. അവൻ നോക്കുന്നത് ആരോടാണ്? തന്നോട് തന്നെ. കർത്താവേ, ദൈവമേ എന്നിട്ട് പറയുകയാണ്, ഞാൻ പിടിച്ചുപൊളിക്കാരനോ, ഞാൻ കൊള്ളക്കാരനോ, ഈ നിൽക്കുന്ന പരീശനെ പോലെ അല്ലായികയാ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനിത് വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഞാൻ വായിച്ചു നോക്കിയിട്ട് അവന്റെ ഒരു പ്രാർത്ഥന അവിടെ കാണുന്നില്ല. അവൻ വല്ല പ്രാർത്ഥിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചോ? ഒന്നുമില്ല. അവൻ ചെന്ന് ദൈവത്തിനടുത്ത് ചെന്നിട്ട് അവൻ ആരെ പോലെ അല്ലെന്നും, അവൻ ആരാണെന്നും, അവൻ എത്ര നീതിമാനാണെന്നും, അവൻ എന്തൊക്കെ റിലീജിയസ് ഒബ്സർവൻസസ് ചെയ്യുന്നുണ്ടെന്നും, ഏതൊക്കെ തലത്തില് മതപരമായ കാര്യങ്ങളില് അല്ലെങ്കിൽ പള്ളിയിലെ കാര്യങ്ങൾ അവൻ എത്ര ശുഷ്കാന്തി ഉള്ളവനാണെന്നും, എത്ര ദശാംശം കൊടുക്കുന്നുണ്ടെന്നും ഇതൊക്കെ പോയി പറഞ്ഞു. അവൻ ആരാണെന്നും അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും അവൻ പോയി പറഞ്ഞു. അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് അവൻ തന്നോട് തന്നെ എന്ന് പറയുന്നത്. കാര്യം ഹി ഈസ് ലുക്കിംഗ് ടു ഹിംസെൽഫ്. ഹിസ് ഐസ് ആർ നോട്ട് ടുവേർഡ്സ് ഗോഡ്. അവന്റെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് അല്ല, അവൻ അവനിലേക്ക് തന്നെയാണ് നോക്കുന്നത്. അവൻ ചെയ്ത കാര്യങ്ങളും അവൻ ആരാണെന്നൊക്കെ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഈ നിൽക്കുന്നവനെ ചുങ്കക്കാരനെ പോലെ അല്ലായികയാലും ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അവന്റെ പ്രത്യേകത, അവൻ കമ്പയർ ചെയ്യാണ്. അവൻ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ ബെറ്റർ ആണെന്ന് പറയുകയാണ്, അല്ലേ? ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത്. ഒരു ടീച്ചർ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവസാനം പ്രാർത്ഥിച്ചപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആ പരീശനെ പോലെ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. പരീശൻ പറഞ്ഞെന്താ? ഞാൻ ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ഇത് നമ്മുടെ എല്ലാം മനസ്സിൽ ഇതാണ്. നമ്മളെല്ലാം മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആണെന്നുള്ള നിലയിൽ നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അവന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി ഈസ് ലുക്കിംഗ് ടു ഹിംസെൽഫ്. അവൻ അവനിലേക്ക് തന്നെ നോക്കുന്നു. എന്നാൽ ചുങ്കക്കാരൻ അങ്ങനെയല്ല. അവൻ എന്ത് ചെയ്യുന്നു? അവൻ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും, എങ്ങനെ അത് വായിച്ചേ? ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാർത്തടിച്ചു, ദൈവമേ, പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. നോക്കുക, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായും സ്വർഗത്തിലേക്ക് നോക്കി വേണം പ്രാർത്ഥിക്കാൻ. ഇവൻ നിയമം തെറ്റിക്കുകയാണ്. എന്തുകൊണ്ട് നിയമം തെറ്റിക്കുന്നു? അവൻ പറയുന്നു, അങ്ങനെ നോക്കാനുള്ള യോഗ്യത പോലും എനിക്ക് ഇല്ല. അവൻ പറയാം, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എനിക്കിതിനെ നോക്കാൻ പോലുമുള്ള യോഗ്യത ഇല്ല. പാപിയായ എന്നോട് കരുണ തോന്നണമേ. അവൻ എന്ത് ചെയ്യുന്നു?
അവൻ ദൈവത്തിങ്കലേക്ക് നോക്കുന്നു. എന്തിനു വേണ്ടി നോക്കുന്നു? കരുണയ്ക്ക് വേണ്ടി നോക്കുന്നു. മറ്റവന് കരുണ വേണ്ട. അവന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അവൻ പറയുന്നത്, എനിക്ക് കരുണ ഇല്ലെങ്കിലും നിന്റെ സന്നിധി നിൽക്കാമല്ലോ. കാര്യം ഞാൻ നീതിമാനാണ്, ഞാൻ പിടിച്ചോടിക്കാരനല്ല, ഞാൻ വ്യഭിചാരിയല്ല, ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനല്ല, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല. എന്തുവാ, ഐ ഹാവ് ഓൾ ദ റൈറ്റ് ടു സ്റ്റാൻഡ് ബിഫോർ യു. നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള സകല യോഗ്യതയും എനിക്ക് ഉണ്ട്. പിന്നെ ഞാൻ നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. സാധാരണ ആൾക്കാരൊക്കെ കൃഷി കാര്യങ്ങളിലാണ് ദശാംശം കൊടുത്തുകൊണ്ടിരുന്നത്. ഇവൻ പറയുന്നത് അങ്ങനല്ല. ഇനി വീട്ടിലൊരു ചീര ഉണ്ടായാലും സാധാരണ രീതിയിൽ കർത്താവ് പറഞ്ഞല്ലോ, അവർ ജീരകം, ചതകുപ്പ എന്നിവയിൽ പോലും എന്ത് ചെയ്യുന്നു? പതാരം കൊടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീരകം, ചതകുപ്പ എന്നൊക്കെ പറയുന്നത് വീട്ടിൽ ഉണ്ടാകുന്ന നോർമൽ വെറുതെ ഉണ്ടാകുന്ന വെജിറ്റബിൾസ് ആണ്. അത് കൃഷിയൊന്നുമല്ല. യഹൂദന്റെ നിയമം അനുസരിച്ച് കൃഷിക്ക് കൊടുത്താൽ മതി ദശാംശം. പക്ഷെ ഇവൻ അങ്ങനല്ല. എന്താണ്? വഴിയിൽ അല്ലെങ്കിൽ അവന്റെ വീടിന്റെ പുറമ്പോക്കിൽ ഉണ്ടാകുന്ന ചീരയ്ക്ക് പോലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ദശാംശം കൊടുക്കുന്നുണ്ട്. ഹീസ് വെരി മച്ച് ഹീസ് വെരി വെരി സിൻസിയർ ഇൻ ഗിവിംഗ്. ദശാംശം സിൻസിയർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈസ് വെരി പർട്ടിക്കുലർ ഇൻ സീയിങ് ദാറ്റ് ഹി ഈസ് ഗിവിംഗ് ടൈത്ത് ഫോർ എവറിഥിങ്. എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നുള്ളത് അവന് ഈസ് വെരി പർട്ടിക്കുലർ. അപ്പൊ അവന്റെ മനസ്സിൽ തന്നെ അവനൊരു ചിന്തയുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനായ ഞാൻ അല്ലേ. ഇവന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇവനെ പോലെ ഒരുത്തനെ ദൈവത്തിന് കിട്ടിയതിന് ദൈവം ഇവനെ സ്തുതിക്കണമെന്ന് ചിന്തിച്ചു. ഞാൻ ഈ നിൽക്കുന്ന പരീക്ഷനെ പോലെ ഒന്നും അല്ല. സാധാരണ നിന്റെ അടുത്ത് വരുന്നതൊക്കെ ഇതുപോലുള്ള പരീക്ഷന്മാരൊക്കെയാണ്. പക്ഷേ ഞാനങ്ങനൊന്നുമല്ല. ഐ എം ഡിഫറൻറ്റ്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നീ എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാൻ തീർച്ചയായിട്ടും നിനക്ക് നീ ബാധ്യസ്ഥനാണെന്നാണ് പറയുന്നത്. ബാധ്യസ്ഥനാണ്. പക്ഷെ മറ്റവൻ പറയുന്നത് അങ്ങനല്ല. എനിക്ക് ഇതിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഐ ഹാവ് ഓൾ ദ റൈറ്റ് ടു സ്റ്റാൻഡ്. ഞാൻ ചിലപ്പോൾ ഈ പരീക്ഷന്റെ കാര്യം പറയുമ്പോഴെല്ലാം പറയാനുള്ള ഉദാഹരണമുണ്ട്. ഇവൻ ഹി സ്റ്റാൻഡിങ് ഓൺ ഹിസ് ഫീറ്റ്. അവന്റെ കാലെ തന്നെ നിൽക്കുകയാണ്. യെസ്, ഐ ക്യാൻ സ്റ്റാൻഡ് ബിഫോർ യു. എന്നാൽ മറ്റവൻ പറയുന്നത് എനിക്ക് നിൽക്കാനുള്ള യോഗ്യത ഇല്ല. നമ്മൾ ഈ പർവ്വതാരോഹണം നടത്തുന്നതായ ആളുകൾ, മൗണ്ടനേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഈ ചിലപ്പോൾ ടി വിയിലൊക്കെ നമ്മളിങ്ങനെ കാണും. ഈ അവരുടെ ആക്സ് ഇങ്ങനെ മോളിൽ എറിഞ്ഞു പിടിപ്പിച്ചിട്ട് കയറയിൽ ഇങ്ങനെ തൂങ്ങി കല്ലേൽ ചവിട്ടി ഇങ്ങനെ കയറുന്നത്. നമുക്ക് ഹിമാചലിൽ നമ്മുടെ വർക്കുണ്ടല്ലോ, ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. ഇനി അവിടെ അതുപോലുള്ള മലകളാണ്. അവിടെ ഉള്ള മലകളിൽ കയറാനായിട്ട് വരുന്നത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ടി വിയിലാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കയറയിൽ ഇങ്ങനെ തൂങ്ങി അവർ നിൽക്കുകയാണ്, നടക്കുകയാണ്. പക്ഷേ എവിടെ ചവിട്ടുന്നത്? കല്ലിൽ ഇങ്ങനെ ചവിട്ടി കയറുകയാണ്. ചില സമയത്ത് നമ്മളൊരു സീൻ കാണും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചവിട്ടിയിരിക്കുന്ന കല്ല് അടർന്നു പോകുന്നു. പിന്നെ നമ്മൾ എന്താ കാണുന്നത്? ഇവർ കയറയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഇതുപോലെയാണ് വാസ്തവത്തിൽ ചുങ്കക്കാരൻ പറയുന്നത്, കർത്താവേ, എനിക്ക് ചവിട്ടി നിൽക്കാനുള്ള മണ്ണില്ലാത്തവനാ, പിന്നെ നിന്റെ കൃപയുടെ കയറ് ഞാനിങ്ങനെ തൂങ്ങിക്കിടക്കുക, ആ മോളിൽ നിന്ന് ഇത് പൊട്ടിച്ച് കളയല്ലേ, ഞാൻ കയറിക്കോട്ടെ. ഇതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ പ്രശ്നം നമ്മളുടെ കഴിവുകളിലും അല്ലെങ്കിൽ നമ്മളുടെ റിലീജിയനിലും ഒരു പരിധിവരെ നമ്മളുടെ പ്രാർത്ഥനയിലും ഒക്കെയാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. കൃപയിലല്ല, നമ്മളുടെ പ്രാർത്ഥനയിലും, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യത്തിൽ. ഈ പരീശൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ എല്ലാം പറയുമ്പോഴെല്ലാം ഈ വേദപുസ്തകത്തിലെ ഏത് കാര്യം പറഞ്ഞാലും വേദപുസ്തകത്തിലെ മോശം കഥാപാത്രം നമ്മളെ എപ്പോഴും നല്ല കഥാപാത്രവും മോശം കഥാപാത്രം നമ്മുടെ അയൽവക്കക്കാരനുമാണല്ലോ. അബ്രഹാമിന്റെ ലോത്തിന്റെ കഥ പറഞ്ഞാൽ നമ്മളെപ്പോഴും അബ്രഹാമും ലോത്ത് നമ്മുടെ അയൽവക്കക്കാരനുമാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന നമ്മളുടെ കൂട്ടു സഹോദരനുമാണ്. ഇതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും എന്താണ്, നമ്മൾ ഇതിനകത്തെ നല്ല കഥാപാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ആരാ? ഈ ചുങ്കക്കാരനായതുകൊണ്ട് നമ്മൾ ആ പരീശനെ പോലെ അല്ല നമ്മൾ പറയും. പക്ഷെ ഈ പരീശത്വം നമ്മളിൽ പലപ്പോഴും ഉണ്ട്. കാരണം ഈ പരീശൻ ചെന്ന് ദൈവത്തോട് പറയുന്നത്, ഞാൻ ആരാണെന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും നീ എന്നോട് കരുണ കാണിക്കുക എന്നുള്ള വാക്കല്ല, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണെന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ അല്ലേ നമ്മളും വാസ്തവത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതെല്ലാം? നമ്മൾ പോയി ആവശ്യപ്പെടുന്ന, ദൈവത്തോട് ആവശ്യപ്പെടുന്ന എല്ലാം എപ്പോഴും എന്താണ്? കർത്താവെ, കഴിഞ്ഞ 21 വെള്ളിയാഴ്ച തീർമാനമായ ഉപവാസം എടുത്തത് നീ ഓർക്കുന്നല്ലോ കർത്താവെ. ഇത്രയല്ലേ പറഞ്ഞുള്ളൂ ഈ പരീക്ഷനും. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നമുക്ക് ഇത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നില്ല നമ്മൾ പരീക്ഷനാണെന്നുള്ളത്. നമ്മൾ പറയുന്നത് എന്താ? കഴിഞ്ഞ 21 വെള്ളിയാഴ്ച ഉപവാസം എടുത്തതിനെ നീ ഓർക്കുന്നുവല്ലോ കർത്താവെ. കഴിഞ്ഞ 20 വർഷമായി വടക്കേ ഇന്ത്യയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി സുവിശേഷ വേല ചെയ്യുന്നതിനെ നീ ഓർക്കുന്നുവല്ലോ കർത്താവ്. നീ അതിനെ മറന്നു കളയുന്ന ദൈവം അല്ലല്ലോ കർത്താവെ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ പരീക്ഷയിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ല. കാര്യം നമ്മൾ ചെയ്തതിൻ്റെ പേരിലും നമ്മുടെ പ്രാർത്ഥനയുടെ പേരിലും നമ്മുടെ ഉപവാസത്തിൻ്റെ പേരിലും നമ്മൾ ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, വി ആർ ജസ്റ്റ് ലൈക്ക് ദീസ് ഫാരിസീസ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ചെല്ലേണ്ടത്? കൃപയുടെ കയറിൽ തൂങ്ങിക്കിടന്നുണ്ട്. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, ഞാൻ വീണ്ടും അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് സമയമുണ്ടെങ്കിൽ പറയാം, പക്ഷെ അവിടെ പറയുന്ന 14-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചില്ല, എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ,
പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും. എന്താണ് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാം പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, എന്ത്? യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ ഇരിക്കുന്ന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ യേശുവിന്റെ നാമത്തിലാകുന്ന അല്ല. അവിടെ ഒരു സ്പെഷ്യൽ മീനിങ് ആണ് യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാമത്തിലല്ല, യേശുവിന്റെ പേരിലാണ് ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുന്നെന്നാണ്. അതായത് ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെ യേശുവിന്റെ പേരിലാണ്. ഞാൻ ചിലപ്പോൾ ഉദാഹരണമായിട്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. എനിക്കൊരു 5 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം വന്നു. അപ്പോൾ എനിക്ക് കുറിയന്നൂർ ഒരു ബാങ്കിലൊരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലെ ഒരു ചെക്ക് എഴുതി 5 ലക്ഷം രൂപയുടെ അക്കൗണ്ട് ഒരു ചെക്കുമായിട്ട് ഞാൻ നേരെ ബാങ്ക് കൗണ്ടറിൽ ചെന്ന് 5 ലക്ഷം രൂപയുടെ ചെക്ക് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അക്കൗണ്ടന്റ് നോക്കിയപ്പോഴത്തേക്ക് 5 ലക്ഷം രൂപ. അയാൾ എൻ്റെ മുഖത്തോട്ട് നോക്കി, എത്ര എഴുതിയിരിക്കുന്നേ? 5 ലക്ഷം. എത്ര ഉണ്ട് അക്കൗണ്ടിൽ? അതിപ്പോൾ 500 രൂപ കാണുമായിരിക്കും. ഇവിടെ 500 രൂപ ബാങ്കിലോട്ട് ചാണ്, താൻ ഈ 5 ലക്ഷം രൂപ ഇങ്ങോട്ട് വെറുതെ രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൻ വന്നിരിക്കുന്നു. ഉടനെ ഞാനെന്താ പറയുന്നു? അങ്ങനെ പറയാം സാറേ, ഞാൻ അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അയാൾ ചോദിക്കും, ആർക്ക് വേണോട് തൻ്റെ ഒപ്പ്? 500 രൂപ ബാങ്കിലിൻ്റെ അതിന് 5 ലക്ഷം രൂപയുടെ ചെക്ക് കൊണ്ട് വന്നിട്ട് ഒപ്പിട്ടിട്ടുണ്ടെന്ന്. എന്നാ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് എൻ്റെ ഈ ചെക്ക് തിരിച്ചു തരുന്നു. ഞാൻ വളരെ വിഷമിച്ച് പുറത്തിറങ്ങി. എൻ്റെ ഒരു കസിൻ 5 കോടി രൂപ ആ ബാങ്കിൽ SBI അക്കൗണ്ടിലുള്ള ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ, അയാളുടെ അടുത്ത് വന്നിട്ട് ഞാൻ പറയുക, എൻ്റെ പൊന്നച്ചാ എന്നെ സഹായിക്കണം, എനിക്കൊരു 5 ലക്ഷം രൂപ അത്യാവശ്യമാണ്, എനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സലിവ് തോന്നി. അദ്ദേഹം 5 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എഴുതി ഒപ്പിട്ട് എൻ്റെ കയ്യിൽ തന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് എങ്ങനെയാ? ഇങ്ങനെ പതുങ്ങിയൊന്നുമല്ല. അപ്പോൾ ഞാൻ ഈ ചെക്ക് അങ്ങോട്ട് കൊണ്ട് കാണിക്കുമ്പോൾ ക്യാഷ്യറോട്, ഇവിടെ തന്നോടല്ലേ പറഞ്ഞു ഇവിടെ പൈസ അങ്ങനെ തരാൻ പറ്റത്തില്ലെന്ന്. കാര്യം ചെക്ക് കണ്ടാൽ ഒരുപോലെ ഇരിക്കുമല്ലോ, ഒരേ ബാങ്കിൻ്റെ ചെക്കല്ലേ. അപ്പോൾ പഴയ ചെക്കും കൊണ്ട് വന്നെന്ന് അയാളുടെ ചിന്ത. ഉടനെ ഞാൻ പറയും, സാറേ അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്ന ആരാന്ന് നോക്കിക്കേ. അയാൾ ഒപ്പെടുത്ത് നോക്കിയപ്പോൾ അവരുടെ ചീഫ് കസ്റ്റമറാണ്. മാനേജർ നേരിട്ട് അകത്ത് ചെന്ന് 5 ലക്ഷം രൂപയും പൊക്കിയെടുത്തുകൊണ്ട് എൻ്റെ കൈ കൊണ്ടുതരും. ആദ്യം ചെന്നപ്പോൾ കിട്ടിയില്ല, രണ്ടാമത് ചെന്നപ്പോൾ കിട്ടി. കാര്യം എന്നാ? ആദ്യം ചെന്നപ്പോൾ ഞാൻ എൻ്റെ നാമത്തിലാണ് ചെന്നത്, രണ്ടാമത് ചെന്നപ്പോൾ എൻ്റെ നാമത്തിലല്ല. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ പേരിൽ ചെന്ന് അവിടെ എൻ്റെ അക്കൗണ്ടിൽ കാശൊന്നുമില്ല. സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ചെല്ലണം. അതാണ് പരീശന്റെ പ്രാർത്ഥനയും ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. പരീശൻ അവൻ്റെ നാമത്തിൽ ചെല്ലുന്നു, ചുങ്കക്കാരൻ കരുണയുടെ അപേക്ഷയുമായി ദൈവത്തിൻ്റെ നാമത്തിൽ ചെല്ലുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുത്. കാരണം പരീശൻ ചെല്ലുന്നത് അവൻ്റെ പേരിലാണ്. നീ ചെല്ലുന്നത് എങ്ങനെ ആയിരിക്കണം? എൻ്റെ പേരിലായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പരീശന്റെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനൊന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കരുത്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം അവനെ അപേക്ഷിക്കുന്നത്. അതായത് എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങളുടെ ഒരു തരിമ്പ് പോലും ഉണ്ടാകരുത്. ഒരു വെള്ളം നിറഞ്ഞിരിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ചെറിയ കല്ലെടുത്തിട്ടാൽ വെള്ളം പുറത്തു പോകുന്നത് പോലെ പൂർണ്ണമായും ദൈവിക ലക്ഷ്യമല്ലാതെ വേറെ ഒന്നുമില്ലാത്തവനായിട്ടായിരിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു രഹസ്യമായ കാര്യമാണ്. രഹസ്യമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതൊരു പേഴ്സണൽ അഫെയർ ആണ്. ഇറ്റ് ഈസ് ഓൺലി ബിറ്റ്വീൻ മീ ആൻഡ് ഗാഡ്. ദെർ ഷുഡ് ബി നത്തിങ് ഇൻ ബിറ്റ്വീൻ മീ ആൻഡ് ഗാഡ്. എനിക്കും ദൈവത്തിനും മധ്യത്തിൽ യാതൊന്നും കയറി നിൽക്കാൻ ഉണ്ടാകരുത്. ഈവൻ എൻ്റെ സം കൈൻഡ് ഓഫ് ഡിസയർ ഫോർ മൈ നെയിം ആൻഡ് എനിത്തിങ്, എൻ്റെ പേരോ അല്ലെങ്കിൽ ഞാനൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് അറിയിക്കാനുള്ള യാതൊന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല. പരീശനെ പോലെ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത നീതി പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലോ കാര്യങ്ങളിലോ നമ്മുടെ പ്രാർത്ഥനയുടെ പേരിൽ പോലും കർത്താവേ എൻ്റെ കണ്ണുനീര് നീ കണ്ടല്ലോ, നീ കണ്ണുനീരിനെ എന്ന് പറഞ്ഞ് ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുകയല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ കരഞ്ഞു എന്നുള്ളത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം കാണുമ്പോൾ ദൈവം അത് ചെയ്യുമെങ്കിലും അത് ദൈവത്തിൻ്റെ കരുണയാണ്, അല്ലാതെ ദൈവം ബാധ്യസ്ഥനായത് കൊണ്ട് ചെയ്യുകയല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ കരഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ നിലവിളിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ നിലവിളിക്കുന്നത് കൊണ്ട് ദൈവം ചെയ്തു തരണമെന്ന് ദൈവം ബാധ്യസ്ഥനല്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ദൈവം അവൻ ചെയ്യുന്ന എന്തുകൊണ്ട്? എൻ്റെ കരച്ചിൽ കാണുമ്പോൾ അവനുണ്ടാകുന്ന കരുണയാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് രാവിലെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയുകയാണെന്ന് വെച്ചു, സാറേ ഒരു 5000 രൂപയ്ക്ക് വന്നേ. ഉടനെ ഞാൻ പറഞ്ഞു, എന്തിനാണോ 5000 രൂപ? അത് എൻ്റെ മോൻ ആശുപത്രിയില്ല സാറേ. മോൻ ആശുപത്രിയാണ്, ഞാനിപ്പോൾ തോന്നും എൻ്റെ സാറേ എന്നെ സഹായിച്ചാലേ പറ്റുള്ളൂ സാറേ എന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇയാൾ രാവിലെ പോകും. എന്ത് സാറേ കാശ് തരാത്തത്? തരാത്തൊന്നും ഞാൻ തരാനൊന്നും എനിക്ക് ബാധ്യത. പിന്നെ ഞാൻ കരഞ്ഞില്ലേ തരാത്തത്?
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അയാളുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് മനസ്സലിവ് തോന്നിയാൽ ഞാൻ കൊടുക്കുന്നുള്ളതല്ലാതെ അയാൾ കരഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? ആണോ? അല്ല. ഇതുപോലെ ഉള്ളൂ നമ്മൾ കരയുന്നതും. നമ്മൾ കരഞ്ഞാലും പ്രാർത്ഥിച്ചാലും നമ്മൾ ഉപവസിച്ചാലും ഒന്നും ദൈവം നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് ബാധ്യസ്ഥൻ അല്ല. പിന്നെ അവൻ അത് ചെയ്യുന്നെങ്കിൽ അതവന്റെ കരുണയാണ്. അല്ലാതെ ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അടുത്ത് എല്ലാം പോലുള്ള അവകാശം നമുക്ക് ഇല്ല. അവിടെയാണ് കൃപയുടെ മാഹാത്മ്യം, കരുണയുടെ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന പരീശന്റെ പ്രാർത്ഥന പോലെ ആകരുത്. എൻ്റെ പ്രാർത്ഥന എൻ്റെ നാമത്തിലായിരിക്കരുത്. എൻ്റെ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും സിൻസിയറായിട്ടുള്ള പൂർണ്ണമായും ദൈവം ഒഴികെ മറ്റൊന്നുമില്ലാത്ത നിലയിൽ, ഞാൻ പറഞ്ഞല്ലോ, കൃപാസനത്തിങ്കിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുകയാണ്. കൃപാസനത്തിങ്കിലേക്ക്. स्तोत्रम्